2 ദിവസം മുന്നേ അച്ചു ഊട്ടിക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ സ്കൂളിൽ. അന്ന് എടുത്തൊരു വീഡിയോ ആണ്. കുറച്ച് ലേറ്റായ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോണ വഴി നമ്മൾ അച്ചുവിന് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബസ്സിലിരുന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അമ്മ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഉമ്മാൻ്റെ കയ്യിലുള്ള ഈ ഒരു ചൂല് എൻ്റെ അമ്മയും ഉണ്ടാക്കിയാണ് കേട്ടോ. നമ്മളെ മുന്നത്തെ തെങ്ങ് വെട്ടിയപ്പോൾ ഒരുപാട് ഓലുണ്ടായിരുന്നു. അത് ചുമ്മാ ഒരു 3-4 ചൂല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലൊരു ചൂല് എൻ്റെ അമ്മക്കായിട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു. അത് കൈ കിട്ടിയപ്പോൾ എൻ്റെ അമ്മ ഡബിൾ ഹാപ്പി കേട്ടോ. ഇമ്മയാണെങ്കിൽ നല്ല സാമ്പാറും മീൻ പൊരിച്ചതും ഉപ്പേരും പപ്പടൊക്കെ ആയിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തിന്നാളെ എടുത്തുവെച്ചപ്പോഴാണ് ഈ ഒരു ഭൂതം വന്നത്. ഞങ്ങൾ വന്നപ്പോൾ പോലും പുറത്തേക്ക് ഇറങ്ങാത്താണ്. തിന്നാളെ കണ്ടപ്പോൾ മുന്നിൽ ഇറങ്ങി വന്ന് സുബീക്ക് ഒരു 5 മണി ടൈമിൽ അവിടെ എത്തണം എന്നാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടൈമായി പോനായിട്ട് പോവാണ്. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും ഉമ്മയും ബിന്ദിയൊക്കെ ഉണ്ടായിരുന്നു. ഷാന് വന്നില്ല കേട്ടോ. ടൈം ആയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര ബേജാറ് കേട്ടോ. അതിന്റെ ഇടയിൽ എനിക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു. 2 ബസ്സിലായിട്ടായിരുന്നു ഇവർ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതൊക്കെ നോക്കി മിണ്ടാതെ നിന്ന്, കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങളെ 4 മക്കളില് എനിക്ക് മാത്രമാണ് ഇങ്ങനെ പോകാനൊന്നും ഒരു ഭാഗ്യം കിട്ടാത്തത് സ്കൂൾ ലൈഫിൽ ഇട്ടോ. അങ്ങനെ ഓൻക്കൊരു ടാറ്റിങ് കൊടുത്ത് ഓരങ്ങനെ നേരെ ഊട്ടിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഒരു ചായ എടുക്കാൻ വേണ്ടി കുന്നുമക്ക് പോന്നിട്ടുണ്ടായിരുന്നു. വെളുപ്പിനായോണ്ട് തന്നെ പള്ളിയേക്ക് ചായയും ഈ ഒരു പത്തിരിയും ചെന്നപ്പോ എന്തൊക്കെ ഒരു സുഖം.